ക്യാഷ്ബാക്ക് ഫ്രം YouGov ഇന്ത്യ 3600 രൂപ. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ക്യാഷ് ആയിട്ട് തന്നെ വിഡ്രോ ചെയ്യാൻ പറ്റുന്നു. ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ വെരി യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്, പ്രത്യേകിച്ച് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക്. കാരണം ഓൺലൈനിലൂടെ എന്തെങ്കിലും സമ്പാദിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. വെരി യൂസ്ഫുള്ളാണ് ഈ വീഡിയോ. കാരണം ഏകദേശം 4 വർഷത്തോളമായിട്ട് എനിക്ക് ഓൺലൈനിലൂടെ ക്യാഷ് കിട്ടാറുണ്ട്. അപ്പോൾ ആ ഒരു സംഭവമാണ് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. പലരും ഇപ്പോഴും ഗൂഗിളിലും യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഹൗ ടു ഏൺ ഫ്രം ഹോം, അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം, ഹൗ ടു ഏൺ ഫ്രം ഓൺലൈൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിൽ 95% തട്ടിപ്പുകളാണ്. പലരും അതിൽ പെട്ടിട്ടുണ്ടാവും. ടൈപ്പിംഗ്, ഡോക്യുമെൻറ്റേഷൻ തുടങ്ങിയിട്ട് പല സംഭവങ്ങളും. ഇതെല്ലാം ഞാൻ പറയില്ല, ഏകദേശം 95% തട്ടിപ്പുകളാണ്. അപ്പോൾ നിങ്ങൾ അതിൽ പെടരുത്. അപ്പോൾ ഇതിപ്പോൾ വിത്ത് പ്രൂഫായിട്ട് ആണ് ഞാൻ പറയുന്നത്. എനിക്ക് കിട്ടുന്നുണ്ട്, എനിക്ക് റെഫർ ചെയ്തിട്ട് 1 രൂപ പോലും ലാഭമില്ലാത്ത സംഭവമാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. എനിക്ക് റെഫർ ചെയ്തിട്ട് 1 രൂപ പോലും ലാഭമില്ല, പ്രത്യേകം എടുത്ത് പറയുന്നത്. പലരും നിങ്ങൾ പല വീഡിയോസും കണ്ടിട്ടുണ്ടാവും. ഒരുപാട് ആളുകൾ പല സംഭവങ്ങളും പരിചയപ്പെടുത്തുന്നുണ്ട്. അവരുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും, അത് ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യാൻ പറയും. കാരണം അവർക്ക് അതിൽ ആളെ ചേർക്കുമ്പോൾ ക്യാഷ് കിട്ടുകയാണ്, നമുക്കൊന്നും കിട്ടില്ല. ഇത്തരം തട്ടിപ്പുകൾ നിങ്ങൾ പെടാതിരിക്കാൻ നിങ്ങൾക്ക് 100% ട്രസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. ആ വീഡിയോ ആണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്ന ടൈം ഒക്ടോബർ 22-ാം തീയതിയാണ്. 2023 ഒക്ടോബർ 22-ാം തീയതിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ 4 വർഷമായിട്ട് എനിക്ക് ഇതിന്ന് ഏണിങ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ വലിയ ഹ്യൂജ് എമൗണ്ട്സ് ഒന്നും കിട്ടില്ല. എന്നാലും ബേസിക്കായിട്ട് വെറുതെ ഇരിക്കുമ്പോൾ, വെറുതെ ടൈം ഉണ്ടെങ്കിൽ നമുക്ക് സർവീസ് ചെയ്യാം, അത് നമുക്ക് ക്യാഷാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ആ ഒരു കാര്യമാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. കാരണം അതിൽ ഞാൻ ഒരുവിധം കാര്യങ്ങളൊക്കെ ഇതിൽ സംസാരിക്കുന്നുണ്ട്. ആ ടൈം നിങ്ങൾ കളഞ്ഞാലും നിങ്ങൾക്ക് ഈ സർവേയിലൂടെ നിങ്ങൾക്ക് ക്യാഷ് നേടാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്പ്, അതിൻ്റെ പേര് YouGov എന്നാണ്. YouGov, ഗവൺമെൻറ് എന്നുള്ള GOV, ഗവ്, YouGov, നിങ്ങൾ എന്നുള്ള. ഓക്കെ, അപ്പോൾ ഇത് ആക്ച്വലി ഇതൊരു ഇൻ്റർനാഷണൽ കമ്പനിയാണ്. അവർ സർവേസ്, ജനങ്ങൾക്കിടയിലുള്ള സർവേസ് അറ്റൻഡ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന ജോലിയായിരിക്കും എനിക്ക് മനസ്സിലായത്. സർവേസിൻ്റെ കുറേ പാനൽസും അവരുടെ വെബ് അഡ്രസ്സും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് പല രാജ്യങ്ങളിലും അവൈലബിൾ ആണെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ ബ്രദർ സൗദി അറേബ്യയിലാണ്, അവിടെ ഇരുന്നിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അവിടുന്ന് ഒരുപാട് സർവേസ് കിട്ടാറുണ്ട്. അവരുടെ റീജിയൻ ജിയോഗ്രഫിക്കൽ ബേസ്ഡ് ആയിരിക്കാം. ഞാൻ കേരളത്തിലാണ്. അപ്പോൾ കേരളത്തിലായതുകൊണ്ട് തന്നെ എനിക്ക് സർവീസിന് എണ്ണം കുറവാണ്. ഇന്ത്യയിലായതുകൊണ്ട് തന്നെ കുറവാണ്. കാരണം ഇവർ കൂടുതൽ സർവീസ് ഇവരെ ബ്രാൻഡ് റിലേറ്റഡ് ആയിരിക്കും. പിന്നെ അതുപോലെ നമ്മുടെ ഇൻകം ചോദിക്കും, എത്ര വരുമാനം, അതുപോലെ പുതിയ ബ്രാൻഡുകളെ പറ്റിയിട്ടൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. നിങ്ങൾ ഉപയോഗിക്കുന്ന ഷർട്ട് അതേത് ബ്രാൻഡാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതലുണ്ടാവുക. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ബ്രാൻഡുകളൊക്കെ കുറവാണ്. ഇവിടെ സർവീസ് കുറവാണ്, എന്നാലും അത്യാവശ്യം കിട്ടുന്നുണ്ട്. എനിക്കിപ്പോൾ 4-5 തവണ ക്യാഷ് വിഡ്രോ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിൽ 3600 രൂപ വീതമാണ് കിട്ടുക, നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുക. അപ്പോൾ 5000 പോയിൻറ്റ്സ് നേടിക്കഴിഞ്ഞാൽ നമുക്കത് 3600 രൂപ ഇന്ത്യൻ കറൻസിയിലേക്ക് മാറ്റാൻ പറ്റും. അതിൻ്റെ മൂല്യം അതാണ്. 5000 പോയിൻറ്റ്സ് എന്ന് വെച്ചാൽ 3600 രൂപ ഇന്ത്യൻ കറൻസി. അപ്പോൾ ഈ 5000 മിനിമം ആയാൽ മാത്രമേ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതുപോലെ 5000 പോയിൻറ്റ്സ്, ഇപ്പോൾ നിങ്ങൾക്ക് 5500 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 5000 വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി 500 അവിടെ പെൻഡിങ്ങിൽ കിടക്കും. കാരണം ഇതിൻ്റെ ലിമിറ്റ് 5000 പോയിൻറ്റ്സ്, അത് 3600 രൂപ നമുക്ക് 1 ടൈം ട്രാൻസാക്ഷൻ ആയിട്ടാണ് കിട്ടുക. അപ്പോൾ മുൻപ്, അതായത് ഞാൻ ഒരു 3 തവണ ക്യാഷ് വിഡ്രോ ചെയ്തത് പേടിഎമ്മിലേക്കായിരുന്നു. അതെനിക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാൻ പറ്റുമായിരുന്നു. പേടിഎമ്മിൽ വന്ന ക്യാഷ് പേടിഎം വാലറ്റിൽ നിന്ന് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇതെൻ്റെ പേടിഎം പ്രൊഫൈലാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. എൻ്റെ പേര് ഇതാണ്, എൻ്റെ പേടിഎം അക്കൗണ്ടാണ്. ഇതിൽ ഹിസ്റ്ററിയിൽ, ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എനിക്ക് ഈ 3600 രൂപ ക്രെഡിറ്റ് ആയത്. അപ്പോൾ ഇവിടെ ഞാൻ താഴേക്ക് സ്ക്രോൾ ചെയ്തിട്ട് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്യാഷ്ബാക്ക് ഫ്രം YouGov ഇന്ത്യ 3600 രൂപ. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ക്യാഷ് ആയിട്ട് തന്നെ വിഡ്രോ ചെയ്യാൻ പറ്റുന്നുള്ളത്. പക്ഷേ ഈ 2023 സെപ്റ്റംബറിൽ ഞാനൊരു എൻ്റെ ലാസ്റ്റ് വിഡ്രോവൽ ചെയ്തു. അന്ന് അവർ പേടിഎം എല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെ ഗിഫ്റ്റ് കാർഡായിട്ടാണ് കൊടുക്കുന്നത്.
പക്ഷേ അതും എനിക്ക് വെരി യൂസ്ഫുള്ളാണ്. അത് ഒരാഴ്ച കൊണ്ട് തന്നെ ആ 3600 രൂപ ഇതിലേ പോയതെന്ന് കണ്ടില്ല, അത് കഴിഞ്ഞു. കാരണം റീചാർജ് ചെയ്യാൻ, കറണ്ട് ബില്ല് എടുക്കാൻ, ഫ്ലൈറ്റ് ടിക്കറ്റ്, ട്രെയിൻ ടിക്കറ്റ് തുടങ്ങി എല്ലാ സർവീസസും ഫ്ലിപ്പ്കാർട്ടിൽ അവൈലബിൾ ആണ്. ഇൻക്ലൂഡിങ് മെഡിസിൻസ് പോലും, പ്രിസ്ക്രൈബ് ചെയ്ത മെഡിസിൻസ് പോലും നമുക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങാൻ കിട്ടും. നമുക്ക് ഈ ഫ്ലിപ്പ്കാർട്ടിൽ കിട്ടുന്ന ക്യാഷ് തന്നെയാണ്, ഇന്ത്യൻ കറൻസിയാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം അത്രയും യൂസ്ഫുള്ളാണ്, പ്രത്യേകിച്ച് ഓൺലൈൻ പർച്ചേസിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക്. കഴിഞ്ഞ മാസമാണ് ഞാൻ എൻ്റെ ലാസ്റ്റ് വിഡ്രോവൽ ചെയ്തത്. ഞാൻ അന്നേ കരുതിയിട്ടുണ്ട് ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത്. അന്നല്ല, ഞാൻ അതിൻ്റെ മുൻപേ കരുതിയതാണ്. ഞാൻ അന്ന് സർവീസിൻ്റെ സ്ക്രീൻ റെക്കോർഡൊക്കെ ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്കെന്തോ തോന്നിയില്ല, കാരണം പലരും പല തട്ടിപ്പ് വീഡിയോസും ചെയ്യുന്ന ആളുകളാണ്. നമ്മളിപ്പോൾ ഹൗ ടു ഏൺ ഫ്രം ഹോം എന്നൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എത്രയോ വീഡിയോസ് കിട്ടും. പക്ഷേ അതിൽ 95% തട്ടിപ്പുകളാണ്, ക്യാഷ് കിട്ടില്ല. ഇത് വീഡിയോ ചെയ്താൽ വല്ലതും കിട്ടും, കാരണം അവരുടെ ലിങ്ക് റെഫറലായിട്ട് കൊടുത്തിട്ടുണ്ടാകും. അത് ക്ലിക്ക് ചെയ്ത് അവർക്ക് ക്യാഷ് ഇങ്ങനെ കിട്ടുക എന്നല്ലാതെ എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് 100% വിശ്വസിക്കാം. ഞാൻ ഗ്യാരണ്ടി തരികയാണ്. YouGov ഇന്ത്യ എന്നുള്ള വെബ്സൈറ്റ് നിങ്ങൾക്കിപ്പോൾ ആപ്പായിട്ട് അവൈലബിൾ ആണ്. ഞാൻ മുമ്പ് തുടങ്ങിയ ടൈമിൽ, ഞാൻ പറഞ്ഞു ഏകദേശം 4 വർഷം മുമ്പ് ഞാൻ YouGovൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എൻ്റെ ബ്രദറാണ് എനിക്ക് റെക്കമെൻഡ് ചെയ്തത്. അവന് ഏകദേശം ഒരു വർഷത്തിൽ തന്നെ 3-4 തവണയൊക്കെ ക്യാഷ് വിഡ്രോ ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം അവിടെ സർവീസിൻ്റെ എണ്ണം കൂടുതലാണ്. ഇതിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ റീജിയണൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ, അതിൽ കേരള, സിറ്റി ചോദിക്കുമ്പോൾ അതിൽ കോഴിക്കോട്, കൊച്ചി, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുള്ളൂ. അപ്പോൾ ഞാൻ കോഴിക്കോടാണ് ചൂസ് ചെയ്യാറുള്ളത്. ആക്ച്വലി എൻ്റെ വീട് മലപ്പുറം ജില്ലയിലാണ്. അപ്പോൾ നമ്മുടെ റീജിയണൽ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് വരിക. അതുകൊണ്ട് തന്നെ വെരി ലിമിറ്റഡ് ക്വസ്റ്റ്യൻസാണ് പലപ്പോഴും വരാറുള്ളത്. നമുക്ക് അങ്ങോട്ട് കയറിയിട്ട് ക്വസ്റ്റ്യൻസ് സർവീസ് അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷനില്ല. സർവീസ് നമുക്ക് ഇങ്ങോട്ട് നോട്ടിഫിക്കേഷനായിട്ട് വരിക ചെയ്യുക. അപ്പോൾ മാത്രമേ നമുക്ക് കയറിയിട്ട് സർവീസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഒറ്റ തവണ തന്നെ പെട്ടെന്ന് ക്യാഷ് വലിയ എമൗണ്ട് നേടാൻ പറ്റുമെന്ന് ആരും കരുതരുത്. സർവീസ് വരുമ്പോൾ നമ്മൾ 24 മണിക്കൂറിനുള്ളിൽ സർവേ അറ്റൻഡ് ചെയ്താൽ അതിന് ഇത്ര പോയിൻ്റ് എന്ന് ആദ്യം പറയും. സർവീസ് നമ്മൾ തുറക്കുമ്പോൾ തന്നെ അതിൽ ഇത്ര പോയിൻ്റ് സർവേയാണ്, നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാമെന്നുള്ള രീതിയിലാണ് കാണിക്കുക. ഇത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കാണിക്കും 60 പോയിൻറ്റ്സ് അല്ലെങ്കിൽ 200 പോയിൻറ്റ്സ്. ഇങ്ങനെ ഈ പോയിൻറ്റ്സ് ഇതിൻ്റെ YouGovൻ്റെ വാലറ്റിലാണ് കിടക്കുക. ആ പോയിൻറ്റ്സ് 5000 പോയിൻ്റ് ആയിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് റിഡീം ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുള്ളൂ, അതായത് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുള്ളൂ. ഞാനിപ്പോൾ ആപ്പ് തുറന്ന് കാണിക്കാം കേട്ടോ. ഇതിലിപ്പം നോ സർവേസ് റൈറ്റ് നൗ എന്ന് കാണിക്കുന്നത്, അതായത് ഇപ്പോൾ സർവേ ഇല്ല. സർവേ ഉണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വരും. ഞാൻ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മാത്രമേ ഇത് തുറക്കാറുള്ളൂ. പിന്നെ നോട്ടിഫിക്കേഷൻ ശ്രദ്ധിക്കാതെ പോയോ എന്നുള്ള സംശയം വരുമ്പോൾ മാത്രമേ ഒന്ന് തുറന്നു നോക്കും. അപ്പോൾ ഇതിലിപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ പോയിൻറ്റ് 340 പോയിൻറ്റ്സാണ് ഇപ്പോൾ ഉള്ളത്. അതായത് സെപ്റ്റംബറിൽ ഞാൻ 5000 പോയിൻ്റ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ശേഷം എനിക്ക് പലപ്പോഴും സർവേസ് വന്നിട്ട് എനിക്ക് കിട്ടിയ പോയിൻറ്റ്സാണ് 340 പോയിൻ്റ് ആയിട്ടുണ്ട്. ഇത് 5000 പോയിൻ്റ് ആയിക്കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ഈ 5000 പോയിൻ്റ് ആയിക്കഴിഞ്ഞാൽ 3600 രൂപ ക്യാഷായിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. സ്ക്രീൻ റെക്കോർഡ് ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് കുറേ മുമ്പ്, ഏകദേശം 1 വർഷത്തോളം മുൻപ് ഞാൻ ചെയ്തൊരു സ്ക്രീൻ റെക്കോർഡുണ്ട്. ഞാനത് വെച്ചിട്ട് എങ്ങനെയാണ് സർവേ അറ്റൻഡ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. പിന്നെ അതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറെ പല കാര്യങ്ങളുണ്ട്. ഈ സർവേസിൽ കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. സർവേസ് നമ്മൾ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് വായിച്ചിട്ടാണോ ആൻസർ ചെയ്യുന്നത് എന്നുള്ളത്. ഞാൻ പറഞ്ഞു, സർവേ എപ്പോഴും പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, നമ്മുടെ ഇഷ്ടങ്ങൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് കാറുണ്ടോ? അപ്പോൾ നമുക്ക് യെസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരും ഏത് ബ്രാൻഡാണെന്നുള്ളത്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ചിലപ്പോൾ കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. കോമൺ ആയിട്ട് വരാറുള്ള ഒരു ക്വസ്റ്റ്യനാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ അനിമൽ എന്ന് കൊടുത്തിട്ട് 4 പിക്ചർ ഉണ്ടാവും. ഫിഷ്, ക്യാറ്റ്, പിന്നെ എന്തെങ്കിലും ഒരു ട്രീ, ബേർഡ്, ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ്, ഫ്ലവർ, ഇങ്ങനെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ അനിമൽ, അതിന് താഴെ തന്നെ കൊടുത്തിട്ടുണ്ടാവും പ്ലീസ് സെലക്ട് ഫ്ലവർ ഫ്രം ദ ലിസ്റ്റ് എന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ഫുള്ള് വായിക്കാത്ത ആൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ അനിമൽ, എളുപ്പമുണ്ടല്ലോ, ഡോഗ്. പക്ഷേ അത് ആൻസർ തെറ്റായിരിക്കും, കാരണം അത് അവിടെ കൊടുത്തിട്ടുണ്ട് പ്ലീസ് സെലക്ട് ഫ്ലവർ എന്നുള്ളത്. അതെന്താ വെച്ചാൽ നമ്മൾ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ട് വായിക്കണ്ടോ എന്ന് അവർ ചെക്ക് ചെയ്യണം. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എപ്പോഴും ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് മാത്രം ആൻസർ ചെയ്യാം. അതുപോലെ മറ്റൊരു കാര്യമുണ്ട്, ഇപ്പോൾ നമുക്ക് ഒരു സർവേ ചിലപ്പോൾ ഒരു 25 മിനിറ്റ്, അരമണിക്കൂറൊക്കെ ചിലപ്പോൾ ടൈം എടുക്കാറുണ്ട്. കാരണം നല്ല ലെങ്തി ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. ആ ടൈമിൽ നമുക്ക് ഇപ്പോൾ ഒരു 5 എണ്ണം അറ്റൻഡ് ചെയ്തു, പിന്നെ നമുക്ക് ബാക്ക് അടിച്ച് പോവാം, പ്രശ്നമൊന്നുമില്ല. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് ആപ്പ് തുറന്നിട്ട് അതിൻ്റെ സർവേ ക്ലിക്ക് ചെയ്യുമ്പം അതിൻ്റെ ബാലൻസ് ക്വസ്റ്റ്യൻസ് വരുള്ളൂ. അപ്പോൾ വെരി യൂസ്ഫുള്ളാണ് ഈ സർവേ. നിങ്ങൾ കാണുക, വേണ്ടവർക്ക് രജിസ്റ്റർ ചെയ്യുക. ഇതിനെ റെഫറലും ഒന്നും എനിക്കൊന്നും കിട്ടാനില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് സ്വന്തമായിട്ട് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇമെയിലാണ് ഇതിൻ്റെ ബേസ്, ഒരിക്കലും ഫോൺ നമ്പർ അല്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ ID വെച്ചിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഫോൺ നമ്പർ ഒരിക്കലും ചോദിക്കാറില്ല.
അപ്പോൾ ഇമെയിലിൽ ക്വസ്റ്റ്യൻസ് വരികയാണ് ചെയ്യുക, നമുക്കത് ക്ലിക്ക് ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ആപ്പ് ഉപയോഗിച്ചിട്ട് ചെയ്യണമെങ്കിൽ ആപ്പ് അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞു പ്ലേ സ്റ്റോറിൽ YouGov എന്നുള്ള ആപ്പ് ഉണ്ട്. YouGov എന്ന ആപ്പ് ഉണ്ട്. ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രൊഫൈൽ ഫില്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാൻ തുടങ്ങും. അത് ഇതേപോലെ വിഡ്രോ ചെയ്യാൻ പറ്റും. ഞാൻ ആദ്യം 4 വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ പറഞ്ഞല്ലോ ഇത് ഉപയോഗിക്കാറുണ്ട്. അന്ന് ആപ്പ് ഉണ്ടായിരുന്നില്ല, അന്ന് ഇമെയിൽ മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ ജിമെയിലിൽ നോട്ടിഫിക്കേഷൻ വരും, സർവേ അറ്റൻഡ് ചെയ്യും, അതിൻ്റെ പോയിൻറ്റ്സ് അവിടെ കാണിക്കും. ഇപ്പോൾ ഈ അടുത്താണ് ആപ്പ് ഇറങ്ങിയത്. അപ്പോൾ അതിന് ശേഷം ഞാൻ ആപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ആപ്പ് ആകുമ്പോൾ കുറച്ചും കൂടി റെക്കോർഡിക്കലാണല്ലോ, നമുക്ക് എപ്പോൾ തുറന്നാലും നമ്മുടെ പ്രൊഫൈലും മറ്റു കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. നിങ്ങൾക്ക് സർവേ ജിമെയിൽ നോട്ടിഫിക്കേഷൻ വരും, അല്ലാന്നുണ്ടെങ്കിൽ ആപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറുതെ ആപ്പ് തുറന്ന് നോക്കാം. പക്ഷേ വളരെ അപൂർവമായിട്ടേ വരുള്ളൂ. ഇത് പ്രാക്ടിക്കലല്ല, കാരണം നമുക്ക് മടുക്കും. ഒരിക്കലും ഇപ്പോൾ ഉണ്ടോ, ഞാൻ വെറുതെ തുറന്നപ്പോൾ തന്നെ സർവേസ് ഇല്ല. അപ്പോൾ ഇമെയിലിൽ പെയ്ഡ് സർവേ അവൈലബിൾ എന്ന് നോട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്കത് സർവേ കയറി അറ്റൻഡ് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം ലാംഗ്വേജ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാവുന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ YouGovൽ രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് സർവേസ് അറ്റൻഡ് ചെയ്യാം. 5000 പോയിൻറ്റ്സ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3600 രൂപ ഇപ്പോൾ നിലവിൽ ഫ്ലിപ്കാർട്ട് ഗിഫ്റ്റ് കാർഡായിട്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു ഇതിന് മുൻപ് പേടിഎമ്മിലേക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുമായിരുന്നു. അത് ഞാൻ എൻ്റെ അടുത്ത് അതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ഉണ്ട്, ഞാനത് കാണിച്ചു തരാം. പേടിഎമ്മിലേക്ക് ക്യാഷ് ഞാൻ മാറ്റിയിട്ടുണ്ട്. അത് കറണ്ട് ബില്ലടക്കാനും നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ പോലും ഉണ്ട് പേടിഎമ്മിലായതുകൊണ്ട്. എനിക്കിവിടെ മുകളിൽ നോട്ടിഫിക്കേഷൻ വന്നു, YouGov യു ഹാവ് എ ന്യൂ സർവേ എന്ന്. അതിൽ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ YouGovൻ്റെ ആപ്പ് ഇവിടെ ഉണ്ട്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഇവിടെ ഈ ഒരു സെൻറ്ററിലുള്ള ഭാഗം യു ഹാവ് ബീൻ സെലക്റ്റഡ് ഫോർ എ സർവേ എന്നാണ്. സർവേ ഇല്ലെങ്കിൽ ഇതുണ്ടാവില്ല, അതായത് ഈ ഒരു ഭാഗം ഉണ്ടാവില്ല. അപ്പോൾ സർവേ ഉണ്ടോ എന്ന് നമുക്ക് തുറക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഒറ്റടിക്ക്. കാരണം ഈ ഒരു കളർ റെഡ് കളറിൽ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ സർവേ ഉണ്ടെന്നാണ്. അതിൽ സ്റ്റാർട്ടിനെ പഠിച്ചാൽ സർവേ സ്റ്റാർട്ടായി. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളൊരു പക്ഷേ കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഓപ്ഷനാണ് YouGov. കാരണം അവിടെയൊക്കെ പേപ്പാൽ അക്കൗണ്ടും അതുപോലെ വെസ്റ്റേൺ യൂണിയൻ വഴി ഡയറക്റ്റ് ട്രാൻസ്ഫറിങ് ഓപ്ഷനൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ അവർ ഇന്ത്യയിലാണ് ഇപ്പോൾ ഈ ഫ്ലിപ്കാർട്ടിലേക്ക് ചുരുക്കിയത്. അതുപോലെ സർവീസിൻ്റെ എണ്ണം വിദേശത്തൊക്കെ കൂടുതലാണ്, ഇവിടെ കുറവാണ്. കാരണം ബ്രാൻഡ് റിലേറ്റഡ് സർവീസ് ആയിരിക്കും കൂടുതൽ വരിക. അതുകൊണ്ട് തന്നെ ഇവിടെ ബ്രാൻഡ്സുകൾ കുറവാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ. ഇതിൻ്റെ ബ്രദറിൻ്റെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയാണ്. വെസ്റ്റേൺ യൂണിയൻ വഴി ട്രാൻസ്ഫർ അയക്കുകയാണ് ഇവിടെ നിന്ന് ക്യാഷ്. സൗദി അറേബ്യൻ റിയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. SAR 186.59. അപ്പോൾ സൗദി അറേബ്യയിലുള്ളവർക്ക് ഇങ്ങനെ വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സ്റ്റേറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ കേരള കൊടുത്ത സ്ഥിതിക്ക് തന്നെ ഇവിടെ ബ്രാൻഡുകളുടെ എണ്ണം തന്നെ കുറവാണ്. അതുകൊണ്ട് ഇവിടെ വരുന്ന സർവീസിൻ്റെ എണ്ണം കുറവായിരിക്കും. അപ്പോൾ സൗദി അറേബ്യ അതുപോലെ മറ്റ് ഗൾഫ്, അമേരിക്ക, കാനഡ ഇവിടേക്കുണ്ടോ എനിക്കറിയില്ല. സൗദി അറേബ്യയിൽ ഏതായാലും ഉണ്ട്, എനിക്ക് മനസ്സിലായി. അതുപോലെ ഗൾഫ് കൺട്രീസിലും ഏകദേശം കൺട്രീസിലൊക്കെ ഇതുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. YouGov സർവീസ് അറ്റൻഡ് ചെയ്യുക. ക്യാഷ് വെറുതെ കിട്ടുന്ന 3600 രൂപ അല്ലേ, നമുക്കത് പല ആവശ്യത്തിനും ഉപയോഗിക്കാം. പാവങ്ങൾക്ക് ദാനം ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ എനിക്കിതുവരെ കിട്ടിയത് ഞാൻ പറഞ്ഞു ആകെ 4 തവണ, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, 4 തവണ ഏതായാലും കിട്ടിയിട്ടുണ്ട് 3600 രൂപ വീതം. അപ്പോൾ അത് അത്യാവശ്യം വലിയൊരു എമൗണ്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. 3600 രൂപ സർവീസ് അറ്റൻഡ് ചെയ്ത് കിട്ടുകയാണല്ലോ. ഓക്കെ, അപ്പം വർക്ക് ഫ്രം ഹോം ആയിട്ടുള്ള ഒരു സംഭവമാണ് YouGov. നിങ്ങൾക്കത് രജിസ്റ്റർ ചെയ്യാം, നിങ്ങൾക്കത് ഉപയോഗിക്കാം. ഇനി വേണമെങ്കിൽ ഞാൻ ലിങ്ക് ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണമെങ്കിൽ ആപ്പിൻ്റെ ലിങ്ക്, അല്ലാതെ എൻ്റെ റെഫറൽ ലിങ്ക് എന്നൊരു ഓപ്ഷൻ ഇല്ല. ആപ്പിൻ്റെ ലിങ്ക് വേണമെങ്കിൽ കൊടുക്കുക. നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഫോണുള്ളവർക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇനി ഐഫോണിൽ ഇത് അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. ആപ്പ് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ജിമെയിൽ വഴി രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ട് എന്ത് ചെയ്താൽ മതി വെച്ചാൽ YouGov സെർച്ച് ചെയ്താൽ മതി, YouGov ഇന്ത്യ. എന്നിട്ട് നിങ്ങളതിൽ രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് സർവീസ് വരാൻ തുടങ്ങും, നിങ്ങളത് അറ്റൻഡ് ചെയ്യാം. വിദേശത്ത് ഇത് പേപ്പാലും വെസ്റ്റേൺ യൂണിയൻ വഴിയൊക്കെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ, ക്യാഷ് ആയിട്ട് തന്നെ മാറ്റാൻ പറ്റും. ഇപ്പോൾ നിലവിൽ ഇന്ത്യയിൽ ഫ്ലിപ്കാർട്ടും അതുപോലെ മിന്ത്ര, പിന്നെ വേറെ ഏതോ 2-3 സൈറ്റുകൾ കൂടി ഉണ്ട്. അതിൻ്റെയൊക്കെ ഗിഫ്റ്റ് കാർഡായിട്ട് മാറ്റാനുള്ള ഓപ്ഷനാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഞാൻ കുറേ കാലമായിട്ട് ഇതിനെക്കുറിച്ചിട്ടൊക്കെ പഠനം നടത്തി. ഇനിയിപ്പോൾ ഇങ്ങനത്തെ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ രേഖപ്പെടുത്തിയിട്ട് എന്നെ അറിയിക്കാം കേട്ടോ. കാരണം എനിക്കിത് അറിയുള്ളൂ. ഇത് വെരി യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി. ഇത് 100% വിശ്വസിക്കാൻ പറ്റുന്നതാണ്. സർവേ പാനൽ നടത്തുന്ന സർവേ തന്നെയാണ്. അവർ സർവേസ് ചെയ്തിട്ട് നമ്മുടെ ഡാറ്റ കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം സത്യസന്ധമായിട്ട് തന്നെ ആൻസർ ചെയ്യാൻ നോക്കുക. കാരണം അവർ ഒരു രജിസ്റ്റേർഡ് കമ്പനിയാണ്. സർവേസ് അവർക്ക് റിയൽ ആൻസേഴ്സ് തന്നെയാണ് വേണ്ടത്. നിങ്ങളില്ലാത്തതൊന്നും വെറുതെ കൊടുത്തിട്ട് ആരെയും പറ്റിക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് ഇതില്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയാം. അതായത് ഫോർ എക്സാമ്പിൾ കാർ ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് തന്നെ സെലക്ട് ചെയ്യുക, ഇല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ സെലക്ട് ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നി. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക.
അതുപോലെ നിങ്ങൾക്ക് മറ്റേതെങ്കിലും കമൻറ്റ്സ് പറയാനുണ്ടെങ്കിൽ രേഖപ്പെടുത്താവുന്നതാണ്. എൻ്റെ വാട്സാപ്പ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ.